പുനലൂർ മൊബൈൽ ഷോപ്പിൽ മോഷണം. 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടമായി. പുനലൂർ പ്രധാന റോഡിൽ ഗായത്രി ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന് സമീപത്തായി കാരറ സ്വദേശികളായ കുന്നുവിള വീട്ടിൽ ബിബിനും പ്രിയയും നടത്തി വന്നിരുന്ന ആരോസ് മൊബൈൽ ഷോപ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കളവ് പോയിട്ടുണ്ടെന്ന് ബിബിൻ പറയുന്നു. ഇന്നലെ രാവിലെ ഞാൻ കട ഒന്ന് തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത്. കടയുടെ സീലിംഗ് പൊളിച്ച് കടയ്ക്കകത്ത് കയറി മോഷിച്ചത്. 25ഓളം മൊബൈൽ പോയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന 30,000 രൂപ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മൊബൈലിൻ്റെ ആക്സസറീസ് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്കകത്തുള്ള സാധനങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം ഇതുവരെ കുറച്ച് വേറൊരാൾ നടത്തി വന്നുകൊണ്ടിരുന്ന സ്ഥാപനമാണിത്. ഇപ്പം ഇന്നലെ 2 ദിവസമായിട്ട് ഞാനാണ് ഇപ്പം എടുത്ത് നടത്തുന്നത്. ഇപ്പം ഞാനെടുത്ത് നടത്തിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇറക്കിയ സ്റ്റോക്കാണ് ഇപ്പം മോഷണം പോയിരിക്കുന്നത്. കംപ്ലൈൻറ്റ് കൊടുത്തപ്പം ഇപ്പം ഫിംഗർ പ്രിൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ടായിരുന്നു, അവരെല്ലാം വന്നിട്ടുണ്ട്. ഇരുപത്തിയഞ്ച് മൊബൈൽ ഫോണുകൾ, ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 30,000 രൂപ, മൊബൈൽ ആക്സസറീസ് മുതലായവയാണ് മോഷണം പോയതിൽ പ്രധാനപ്പെട്ടവ. CCTV ക്യാമറ ഉണ്ടായിരുന്നു എങ്കിലും മോഷ്ടാവ് ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോണിറ്ററും മോഷ്ടിച്ചു കൊണ്ടുപോയി. പുനലൂർ പ്രധാന പാതയിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി നടത്തി വന്നിരുന്ന മൊബൈൽ കട കഴിഞ്ഞ 2 ദിവസം മുതലാണ് ബിബിനും പ്രിയയും ഏറ്റെടുക്കുന്നത്. പതിവ് പോലെ രാത്രിയിൽ കടയടച്ചു പോവുകയും 19-ാം തീയതി പുലർച്ചെ കട തുറക്കുമ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കടയുടെ ഓടിളക്കി ഫോൾസ് റൂഫിംഗ് പൊളിച്ചാണ് കള്ളൻ അകത്ത് കയറി മോഷണം നടത്തിയതെന്ന് കണ്ടെത്തി. പുനലൂർ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് എത്തി പ്രാഥമിക പരിശോധന നടത്തുകയും പോലീസ് അറിയിച്ചതനുസരിച്ച് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തുകയും പരിശോധനയിൽ പോലീസ് നായ കടയുടെ പിൻഭാഗത്തുള്ള MLA റോഡ് വഴി പ്രണവം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുകൂടി കോമളംകുന്ന് ഭാഗത്തേക്കാണ് എത്തിച്ചേർന്നത്. വിരലടയാള വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ലോൺ എടുത്താണ് കട തുടങ്ങിയതെന്നും ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ബിബിനും പ്രിയയും. പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.